ഹായ് നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സിമ്പിൾ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട. ഇൻട്രസ്റ്റ് തന്നെ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ഉണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ തന്നെ നമ്മൾ ഹാഫ് ഇയർലി എന്നും ക്വാർട്ടർലി എന്നും അതുപോലെ തന്നെ നമ്മൾ 8 മന്ത്ലി എന്നോ 4 മന്ത്ലി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള ഒരു ക്ലാസ് ആവാനാണ് സാധ്യത തോന്നുന്നു. അപ്പോൾ എന്തായാലും സിമ്പിൾ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ കുറച്ച് എല്ലാ ക്വസ്റ്റ്യൻസും, അതായത് ഞാൻ ഇന്നിവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും അതുപോലെ തന്നെ +2 ലെവലിലുള്ള എക്സാമുകൾക്കും കുറച്ച് 1-2 SSCയുടെ ക്വസ്റ്റ്യൻസും 1-2 ബാങ്കിൻ്റെ ക്വസ്റ്റ്യൻസും കൂടെ ചേർത്ത് നമ്മളിങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വളരെ വലിയൊരു ഇച്ചിരി ലെങ്ത് ഉള്ളൊരു ക്ലാസ് ആവാനാണ് സാധ്യത. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് നമ്മൾ പഠിക്കണം. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ നോർമൽ കേസിൽ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് പഠിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഈക്വൽ ടു PNR/100 എന്ന് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷനെ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് പ്രോബ്ലം നമ്മൾ ചെയ്യേണ്ടത് എന്തുവാ, PNR/100 എന്ന് പറയുന്ന ഇക്വേഷന് തന്നെയാണ് നമ്മൾ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. പക്ഷേ എന്നാലും നമുക്ക് വേറെ കുറച്ച് ഷോർട്ട് കട്ട്സുകളും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിനകത്ത് പഠിക്കണം. ഇപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. എന്താ സിമ്പിൾ ഇൻട്രസ്റ്റ്? ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ചെറിയൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഇപ്പോൾ ഞാനാണെങ്കിൽ ഒരു 10,000 രൂപ എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. 10,000 രൂപ എൻ്റെ കൈവശമുണ്ട്. എൻ്റെ കൈവശമുള്ള കാശിനെ ഞാൻ എന്ത് പറയുന്നു, ഞാൻ പ്രിൻസിപ്പൽ എന്ന് പറയുന്നു. എന്ത് പറയുന്നു? പ്രിൻസിപ്പൽ. P എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. 10,000 രൂപ എൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഒരു ബാങ്കിൽ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്തു. ബാങ്ക് എനിക്ക് 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തരും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം മീൻസ്, അതായത് നമുക്ക് ഒരു വർഷത്തേക്ക് 10% പലിശ തരും. നിങ്ങൾ പെർസെൻറ്റേജ് പഠിച്ച ആൾക്കാരാണല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ശതമാനം അറിയാം. അപ്പോൾ ഒരു വർഷത്തേക്ക് എനിക്ക് 10% പലിശ തരും. ഒരു വർഷത്തേക്ക് എനിക്ക് 10% പലിശ എനിക്ക് തരുമെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, ഞാനൊരു 3 വർഷമാണ് അവിടെ കാശ് ഡെപ്പോസിറ്റ് ചെയ്തത്. 3 വർഷമാണ് ഞാൻ അവിടെ കാശ് ഡെപ്പോസിറ്റ് ചെയ്തത്. 3 വർഷം കാശ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര ഇൻട്രസ്റ്റ് തരും എന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. എനിക്ക് എത്ര സിമ്പിൾ ഇൻട്രസ്റ്റ് തരും എന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് എത്ര എമൗണ്ട് തരും. അപ്പോൾ പുതിയൊരു വാക്കാണ് എമൗണ്ട്. എന്താ എമൗണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ ബാങ്കിൽ കൊണ്ടുവന്ന് 10,000 ഡെപ്പോസിറ്റ് ചെയ്തു. 10% വെച്ച് എനിക്ക് പലിശ തരാമെന്ന് അവർ പറഞ്ഞു. 3 വർഷത്തേക്കാണ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് മനസ്സിലായി. എന്താ എമൗണ്ട്? മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ, അതായത് 3 വർഷം കഴിഞ്ഞ് ഞാൻ കാശ് എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവൻ എനിക്ക് തരേണ്ട സാധനമാണ്. അവൻ എനിക്ക് എന്താ തരുന്നത്? ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പ്രിൻസിപ്പളും എനിക്ക് കിട്ടേണ്ട സിമ്പിൾ ഇൻട്രസ്റ്റും കൂടെ ചേരുമ്പോഴാണ് ആരായി മാറുന്നത്? എമൗണ്ട് ആയി മാറുന്നത്. പ്രിൻസിപ്പളിനെ നമ്മൾ നോർമൽ കേസിൽ നമ്മൾ മറ്റൊരു വാക്ക് കൂടി പറയും, സമ്മെന്ന് കൂടി നമ്മൾ പറയും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഇപ്പം ഞാൻ പറഞ്ഞ കേസ് ഇത്രയേ ഉള്ളൂ. എന്ത് ചെയ്തു? 10,000 രൂപ അല്ലെങ്കിൽ എന്താണ് 10,000 രൂപ എന്ന് പറയുന്നൊരു തുക 10% പലിശ നിരക്കിൽ ഞാൻ 3 വർഷത്തേക്ക് ഒരു ബാങ്കിൽ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര? എനിക്ക് എത്ര രൂപ എമൗണ്ട് മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ, കാലാവധി പൂർത്തിയാകുമ്പോൾ എനിക്ക് എത്ര രൂപ തിരികെ ലഭിക്കും എന്നൊരു ചോദ്യം. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. ആദ്യം നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ് ആണെങ്കിൽ എങ്ങനെയാണ്? ഈസിയാണ്, നിങ്ങൾക്കറിയാം. എന്താണ്? ഇൻട്രസ്റ്റ് ഈക്വൽ ടു PNR/100 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്? 10,000 രൂപയാണ്. ഓക്കെ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് N എന്ന് പറഞ്ഞാൽ 3 വർഷമാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10%. 10% നമ്മൾ എന്ത് പറയുന്നു? 10/100 എന്നല്ലേ. അപ്പോൾ ഇതാണ് സംഭവം. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നു. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 × 3 × 10 എത്ര ഇരുന്നിട്ടും 3,000 രൂപയാണ് എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇൻട്രസ്റ്റ്, അതായത് എനിക്ക് കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 3,000 ആണ്. എന്നാൽ മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ എനിക്ക് എത്ര രൂപ തിരികെ ലഭിക്കും എന്ന ചോദ്യമാണെങ്കിൽ ഞാൻ അപ്പോൾ എമൗണ്ട് ആണ് പറയുന്നത്. എമൗണ്ട്, അപ്പോൾ 2 വാക്ക് മറന്നു പോകരുത്, സിമ്പിൾ ഇൻട്രസ്റ്റും എമൗണ്ടും. എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത 10,000-ഉം
3000 രൂപ എന്ന് പറയുന്ന ഇൻട്രസ്റ്റും കൂടെ ചേർത്ത് എനിക്ക് എത്ര രൂപ തരണം? 13,000 രൂപ ആരെനിക്ക് തരണം? ബാങ്ക് എനിക്ക് തരണം. ഓക്കെ, ഇത് നമ്മളെ ട്രഡീഷണൽ മെത്തേഡ്. ഇനി ഷോർട്ട് കട്ട് മെത്തേഡ് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് 10,000 രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതേ, 10% പലിശ നിരക്ക്, 3 വർഷമാണേ. ഓക്കെ, 3 വർഷമാണ്. അപ്പം നമുക്ക് എങ്ങനെ പറയാം? 10,000ന്റെ 10% 1000. ഒരു 0 ക്യാൻസൽ ചെയ്താൽ പോരെ? 10% കണ്ടുപിടിക്കണമെങ്കിൽ ഒരു 0 ക്യാൻസൽ ചെയ്താൽ മതി. 10,000ന്റെ 10% 1000. 10,000ന്റെ 10. അപ്പോൾ ഒരു ഇയറിൽ എനിക്ക് എത്ര കിട്ടും? 1000 രൂപ ഇൻട്രസ്റ്റ് കിട്ടും. എത്ര ഇയറാണ് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തത്? 3 ഇയർ ഡെപ്പോസിറ്റ് ചെയ്തെങ്കിൽ എനിക്ക് എത്ര കിട്ടണം? എനിക്ക് 3000 രൂപ കിട്ടണം. 3000 രൂപ എനിക്ക് എന്ത് കിട്ടണം? പലിശ കിട്ടണം. കണ്ടോ? അപ്പോൾ 3000 രൂപ പലിശ. അപ്പോൾ എത്രയേ ഉള്ളൂ? 10,000ന്റെ 10% എനിക്ക് ഒരു വർഷം കിട്ടും. ഒരു വർഷം എന്ന് പറഞ്ഞാൽ 10,000ന്റെ 10% എന്ന് പറഞ്ഞാൽ 1000. അങ്ങനെ ഒരു വർഷം 1000 കിട്ടുമെങ്കിൽ 3 വർഷം എനിക്ക് എത്ര കിട്ടും? 3000 രൂപ പലിശ കിട്ടുമെന്ന് ഷോർട്ട് കട്ടിൽ പറയാൻ പറ്റും. അങ്ങനെ 10,000 രൂപ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തു, 3000 രൂപ എനിക്ക് പലിശയും കൂടെ ചേർത്ത് 13,000 രൂപ എനിക്ക് കിട്ടും. ഇത് റേഷ്യോ മെത്തേഡിലും പറയാൻ പറ്റും. ഇത് റേഷ്യോ മെത്തേഡിലും പറയാം. റേഷ്യോ മെത്തേഡിലാണെങ്കിൽ എങ്ങനെയായിരിക്കും പറയുന്നത്? നോക്കിക്കേ, റേഷ്യോ മെത്തേഡിലാണ് എങ്ങനെയാണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട കേസ് ഇത്രയേ ഉള്ളൂ. ഞാൻ 10% ആണ് പലിശ നിരക്ക്. എത്ര വർഷം ഡെപ്പോസിറ്റ് ചെയ്തു? 3 വർഷം ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് മൊത്തം എത്ര എനിക്ക് കിട്ടണം? 30% കിട്ടണം. അതായത് ഒരു വർഷം 10%, അങ്ങനെ 3 വർഷം എനിക്ക് എത്ര കിട്ടണം? 30% പലിശ കിട്ടണം. 30% പലിശ എന്ന് പറഞ്ഞാൽ 30% എന്ന് പറഞ്ഞാൽ എന്തുവാ? അത് 30/100. ഞാനിതിനെ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് മാറ്റി 3/10. ഈ കാണുന്ന ഡിനോമിനേറ്റർ പ്രിൻസിപ്പളും ഈ കാണുന്ന ന്യൂമറേറ്റർ ഇൻട്രസ്റ്റുമാണ്. ഡിനോമിനേറ്റർ പി എന്ന് പറയുന്നത് 10ഉം ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 3ഉമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കേസ് ഇത്രയേ ഉള്ളൂ. പ്രിൻസിപ്പൾ 10, എന്താണ് ഇൻട്രസ്റ്റ് 3. അപ്പോൾ 10 എന്ന് പറഞ്ഞാൽ എത്രയും നമുക്കറിയാം? 10,000 ആണെന്ന് അറിയാം. 3 എത്രയായിരിക്കും? 10 എന്ന് പറഞ്ഞാൽ 10,000 ആണെങ്കിൽ ഒരു യൂണിറ്റ് എത്ര? 1000. എത്ര? 3000. റേഷ്യോ മെത്തേഡ് പഠിക്കണമെന്നില്ല. നമ്മൾ എന്താ പഠിച്ചാൽ മതി? മെയിനായിട്ട് നമുക്ക് PNR/100 എന്നുള്ള ഇക്വേഷൻ വെച്ചുള്ള ഇത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഇതാണ് നമുക്ക് കൂടുതലും പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റിന് വളരെ കുറച്ച് ഷോർട്ട് കട്ട്സേ ഉള്ളൂ. എന്നാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ ആവശ്യം പോലെ ഷോർട്ട് കട്ട് ഉണ്ട്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് ഒരുപാട് മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അത് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ സെറ്റ് ആവും. ഓക്കെ, ഇപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ കേസ്, നമ്മൾ പറഞ്ഞ ചോദ്യം, വേറൊരു ചോദ്യം കൂടെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാം? അടുത്ത ഇതിലേക്ക് വരാം. നമ്മൾ പറയുന്ന ചോദ്യം ഇതാണ്. എത്രയേ ഉള്ളൂ? ഞാൻ എത്രയാണ് റുപ്പീസ് എത്രയാണ്? അതായത് എൻ്റെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ഒരു 25,000 റുപ്പീസ് ഞാൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് ഒരു 2 ഇയേഴ്സ് ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു 20%. എന്തൊക്കെ എനിക്ക് അറിയണം? എനിക്ക് എമൗണ്ട് എത്രയെന്ന് അറിയണം, സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയെന്ന് അറിയണം. നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? നമ്മളിത് എങ്ങനെ ചെയ്യും? നമുക്കറിയാം. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. PNR/100 എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചു അല്ലേ? എന്താ പി? നമ്മൾ ഇട്ടിരുന്നത് 25,000 റുപ്പീസ് ആണ്. എൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 വർഷമാണ്. അടുത്തത് ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 20 ആണ്. ബൈ എത്ര കൊടുക്കുന്നു? 100 കൊടുക്കുന്നു. ഈ 0യും 0യും പോയി, ഈ 0യും 0യും പോയി. ഇനി എന്തേ ഉള്ളൂ? 2,500 ഇൻറ്റു 2 ഇൻറ്റു 2. 2,500 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 5000. 10,000 രൂപ എനിക്ക് എന്ത് തരണം? എനിക്ക് ഇൻട്രസ്റ്റ് തരണം. അപ്പോൾ എനിക്ക് മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ എനിക്ക് എത്ര രൂപ അവർ തരണം? മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ എനിക്ക് അവർ തരേണ്ട കാശ് എന്ന് പറയുന്നത് 35,000. എങ്ങനെയായിരിക്കും 35,000 വരുന്നത്? 25,000 ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തതും പിന്നെ എനിക്ക് എന്താ? എനിക്ക് 10,000 രൂപ പലിശയും കൂടെ ചേർത്ത് അവരെനിക്ക് എത്ര തരണം? എനിക്ക് 35,000 രൂപ തരണം. ഇതാണ് സെറ്റപ്പ്. ഓക്കെ ആണോ? നോക്കി, ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് നെക്സ്റ്റ് വീണ്ടും നോക്കുമ്പോൾ അല്ലാതെ വേറൊരു പ്രോബ്ലം കൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ എനിക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10%, നമ്പർ ഓഫ് ഇയേഴ്സ് 2.5 ഇയേഴ്സ്, 2.5 വർഷമാണ്. ഇനി പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ഒരു 10,000. 2.5 വർഷമാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? 2.5 വർഷമാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് പറയാൻ പോണത്. 2.5 വർഷമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. നമുക്ക് എന്താണ് നമ്മളെ ഇക്വേഷൻ? എന്താണ്? ഇൻട്രസ്റ്റ് ഈക്വൽ ടു PNR/100. ഓക്കെ, ഇപ്പോൾ പ്രിൻസിപ്പൾ എത്രയാണ്? 10,000 രൂപയാണ്.
റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആണ്. 2.5 വർഷം ഒന്നീ 2.5 എന്ന് എഴുതുക, അല്ലെങ്കിൽ ഈ 2.5-യെ മിക്സഡ് ഫ്രാക്ഷനിൽ മിശ്രഭിന്നത്തിൽ നിന്ന് ഇംപ്രോപ്പറിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഇംപ്രോപ്പറിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതുക. ഇംപ്രോപ്പറിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. 2.5 വർഷത്തെ എങ്ങനെ പറയാം? എന്താണ്, 2.5 ഇത് മിക്സഡ് ആണ്. ഇംപ്രോപ്പറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 × 2 4, 5/2 ആണ് സംഭവം. 5/2. ഇവിടെ നമുക്ക് എന്തെന്ന് എഴുതാം? 5/2 ബൈ എന്ത് കൊടുക്കാം? 100 കൊടുക്കാം. ഇനി 2 0 2 0 സോറി, ഇവിടെ 0 ഉണ്ട്. ഇനിയുള്ളത് 2 0 പോയി കഴിഞ്ഞാൽ ഇവിടെ 100 × 10 × 5/2. ഇതും കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര വരും? ഇവിടെ നമുക്ക് 5 വരും അല്ലേ? അല്ലേ, 5 അല്ലേ വരുന്നത്? 5 ആണ് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 5 × 5 25, 25 2500 എന്ന് കിട്ടും. 2500 ആണ് പലിശയായിട്ട് വരുന്നത്. ഇത് വേറൊരു ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം 2.5 വർഷമാണ് എങ്കിൽ എന്ത് ചെയ്യും? 2.5 വർഷമാണേ, 2.5 വർഷമാണെങ്കിൽ നമുക്ക് വേറൊരു ഷോർട്ട് കട്ടിലും കൂടെ ഞാൻ എന്ത് ചെയ്യാം? ഞാൻ ഈ സാധനം ഒന്ന് പറഞ്ഞുതരാം. നമുക്ക് ഒരു വർഷം 10%, ഒരു വർഷം മൊത്തം കാശിട്ട് കഴിഞ്ഞാൽ എത്ര കിട്ടും? 10% കിട്ടും. ഇത് ഫസ്റ്റ് ഇയർ. സെക്കൻഡ് ഇയറിൽ എത്ര കിട്ടും? സെക്കൻഡ് ഇയറിലും 10% കിട്ടണം. എന്നാൽ അടുത്ത 1/2 വർഷവും, ഒരു വർഷം മൊത്തം ഇട്ടില്ല, എന്നാലേ 2.5 വർഷം ആവുള്ളൂ. 1/2 വർഷം ഇട്ടോളൂ. 1/2 വർഷം ഇട്ടോളൂ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? ആദ്യം 10, രണ്ടാമത് 10, 1/2 വർഷം ഇട്ടോളൂ 5 കിട്ടുള്ളൂ അല്ലേ? 5 എത്ര? 25% എത്രയെന്ന് കണ്ടുപിടിച്ച ആൻസറായി. ഏതിൻ്റെ? പ്രിൻസിപ്പളിൻ്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? 25%. 25% കണ്ടുപിടിച്ചാൽ മതി. പ്രിൻസിപ്പൾ എത്ര? പ്രിൻസിപ്പൾ 10,000. അതായത് 100% എന്ന് പറയുന്നത് 10,000. 10% എന്ന് പറഞ്ഞാൽ 1000 അല്ലേ? 1% എന്ന് പറഞ്ഞാൽ 100. 1% 100. 1% 100 ആണെങ്കിൽ 25% എത്രയായിരിക്കും? 2500 എന്ന് പറയാൻ പറ്റും. നിങ്ങൾ ശതമാനം നന്നായി പഠിച്ചെങ്കിൽ ഇത് പടപട അടിക്കാൻ പറ്റും, പടപട ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. 1-2 ബേസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞത്. എങ്ങനെയാണ് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള ഇക്വേഷൻ ഓർക്കുക. നമ്മൾ പറഞ്ഞ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ PNR/100 എന്ന് പറയുന്ന ഇക്വേഷൻ. PNR/100 നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ്. നമുക്ക് എല്ലാ കാലത്തും നമുക്ക് തരുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും എന്ന് ഓർക്കുക? ഒരു വർഷത്തേക്കുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അവർ സ്പെസിഫൈ ചെയ്ത് പറയണം. ഇത് എന്താണ് ഒരു മാസത്തേക്ക് 1%, അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് 2% എന്ന് അവർ സ്പെസിഫൈ ചെയ്ത് പറയാത്തിടത്തോളം കാലം അത് എല്ലാ കാലത്തും എന്തായിരിക്കും? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കണം? അത് ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ പല വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇത് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നത്. അപ്പം നമുക്ക് ആദ്യ ചോദ്യം നോക്കാം. ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ₹8,000 അറ്റ് ദ റേറ്റ് ഓഫ് 10% പെർ ആനം ഇൻ 6 years. അപ്പോൾ നോക്കാം, നമ്മൾ ആദ്യം പഠിച്ച മോഡലാണ് അല്ലേ? അപ്പോൾ നമുക്ക് പ്രിൻസിപ്പൾ എത്ര തന്നിട്ടുണ്ട്? 8,000 തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? പ്രിൻസിപ്പൽ ഈക്വൽ ടു 8,000 തന്നിരിക്കുന്ന പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് എഴുതുന്നു. എഴുതിയതിനു ശേഷം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 10% ആണ്. നമ്പർ ഓഫ് ഇയേഴ്സ് 6 ആണ്. ഒറ്റയടിക്ക് കണ്ടുപിടിക്കാൻ പറ്റും, എന്നാലും ഞാൻ ആദ്യം സ്റ്റെപ്പ് എഴുതി ചെയ്യാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ചോദിക്കുന്നത്. PNR/100 ആദ്യം ഞാൻ സ്റ്റെപ്പ് എഴുതി ചെയ്യാണ് കേട്ടോ. PNR/100. PN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? അവിടെ 8,000 ആണ്. N 10% ആണ്. 6 എഴുതി. 6 തന്നെയാണ് അല്ലേ? നമ്പർ ഓഫ് ഇയേഴ്സ്, സോറി, N എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയത് മാറിപ്പോയി. ഇതിവിടെയും പറഞ്ഞായിരുന്നു, കുഴപ്പമില്ല. ഇൻറ്റു 100 നോക്കാം. 0 പോയി 0 പോയി. ഇനിയുള്ള എന്താ? 800 ഉണ്ട്. ഇൻറ്റു 6 ചെയ്താൽ മതി. 8 4 32 3200 രൂപ എന്താണ്? ഇൻട്രസ്റ്റ് കിട്ടും എന്ന് പറയാം. ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്നറിയാമോ? 8,000-ൻ്റെ 10% എത്രയെന്ന് നോക്കണം. ഒരു വർഷം 10% കിട്ടുള്ളൂ. ഒരു വർഷം കിട്ടുന്നത് 10%. 8,000-ന്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അത് 800 ആയിരിക്കും. അപ്പോൾ ഒരു വർഷം 800 കിട്ടും. ഇതുപോലെ എത്ര വർഷം കിട്ടു? 6 വർഷം കിട്ടു. 6 8 48 കേട്ടോ. 8 4 32 അല്ല, ഞാൻ ഇൻഡ്യൂ ചെയ്തിട്ട് പോയി. 6 8 48 4800 ആണ് കേട്ടോ. 6 8 48 കേട്ടോ. 6 8 48 4800 ആണ് ഇൻട്രസ്റ്റ് ആയിട്ട് വരേണ്ടത്. കണ്ടോ? സിമ്പിളാണ്, ഈസി ആയിട്ട് ചെയ്യാം.
ഈസി, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാ ഒന്നുകൂടെ പറയാം. ഞാൻ 8,000 റുപ്പീസ് ആയിരുന്നു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തത്. ഒരു വർഷം എനിക്ക് 10% തരണം. 10 കണ്ടുപിടിക്കാൻ ഒരു ഡെസിമൽ മാറ്റി പ്ലേസ് ചെയ്താൽ, ഒരു ഡെസിമൽ ഒഴിവാക്കിയാൽ മതി. അപ്പം 800 എന്ത് ചെയ്തു, ഒരു ഡെസിമൽ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 800 ഉള്ളൂ. അപ്പം 8,000 എന്ത് ചെയ്തു, 10% കിട്ടി. എത്ര വർഷം? 6 വർഷം. 6 വർഷം ആകുമ്പോൾ 6 8 48 4 8 2 0 4,800 രൂപയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആണ് അല്ലേ? അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. നമുക്ക് Rishabh take a loan of rupees 10,000 from a bank for a period of 2 years. The rate of interest is 12% per annum. Find the amount he has to pay at the end of 2 years. എന്താ ക്വസ്റ്റ്യൻ? ഒരാൾ ഋഷഭ് എന്ന് പറയുന്ന ഒരാൾ 10,000 രൂപ ബാങ്കിൽ നിന്നും ലോൺ എടുത്തു. അപ്പോൾ പ്രിൻസിപ്പൾ അദ്ദേഹം എടുത്ത എമൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത്, പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് അത് എത്രയാണ്, അത് 10,000 ആണ് പ്രിൻസിപ്പൾ. ഓക്കെ, എത്ര വർഷത്തേക്ക് ആ പുള്ളിക്കാരൻ കാശ് എടുത്തേ? 2 വർഷത്തേക്ക് കാശ് എടുത്തു. ആ ബാങ്ക് ചാർജ് ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര? അത് 12% ആണെന്ന് ക്വസ്റ്റ്യനിൽ തരുന്നു അല്ലേ? എല്ലാം തന്നു, 10,000 തന്നു, 2 തന്നു, എന്നാണ് ഇവിടെ നമുക്ക് 12% തന്നു. ഞാൻ എന്ത് ചെയ്തു, അത്രയും നോട്ട് ചെയ്ത് വെച്ചു. ഇനി എന്താ, ഫൈൻഡ് ദ എമൗണ്ട് ഹി ഹാസ് ടു പേ അറ്റ് ദ എൻഡ് ഓഫ് 2 years. അപ്പോൾ ഇദ്ദേഹം അടയ്ക്കേണ്ട കാശ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. 10,000 രൂപ ഞാൻ ലോൺ എടുത്തു, അതിൻ്റെ പലിശ കണ്ടുപിടിച്ചു. പലിശ മാത്രം കൊണ്ടടച്ചാൽ എൻ്റെ ലോൺ ക്ലോസ് ആകില്ല. എൻ്റെ ലോൺ ക്ലോസ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ വാങ്ങിച്ച പൈസയും 2 വർഷത്തെ പലിശയും കൂടെ ചേർത്ത് കൊണ്ടടയ്ക്കണം. അതായത് എമൗണ്ട് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നോക്ക്, ഫൈൻഡ് ദ എമൗണ്ട് എത്ര രൂപ തിരിച്ചടയ്ക്കണം, എമൗണ്ട് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ PNR/100 ഉപയോഗിച്ച് വേണമെങ്കിലും ചെയ്യാം, ഷോർട്ട് കട്ടിലും ചെയ്യാം. ഇപ്പോൾ PNR/100 ആണെങ്കിൽ പ്രിൻസിപ്പൾ എത്രയാണ്, 10,000 ആണ്. PN എന്ന് പറഞ്ഞാൽ 2 ആണ്, R എന്ന് പറഞ്ഞാൽ 12 ആണ്. ബൈ എന്തുണ്ട്, 100 ഉണ്ട്, 0 പോയി. ഇനി ഇവിടെ ഉള്ളത് 100 × 2 × 12 അല്ലേ? എത്ര കിട്ടും? 12 × 2 എത്രയാണ്, 24. 24 2 0 കൂടി ഇട്ടു. 2,400 രൂപയാണ് പലിശയായിട്ട് വരേണ്ടത്. ഈ 2,400 രൂപ ഞാൻ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കുകാരൻ 2,400 രൂപ വാങ്ങിച്ച് വെക്കും. പക്ഷേ എന്ത് ചെയ്യില്ല, ലോണ് ക്ലോസ് ആയെന്ന് പറയില്ല. പക്ഷേ ഈ ലോണ് മൊത്തം ക്ലോസ് ചെയ്യണം എങ്കിൽ എത്ര രൂപ എമൗണ്ട് നമ്മൾ അടയ്ക്കണം എന്നുള്ളതാണ്. അപ്പോൾ എത്ര അടയ്ക്കണം, ഞാൻ വാങ്ങിച്ച, അപ്പോൾ നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്, എമൗണ്ട് ആണ്. എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് വാങ്ങിച്ചു, 10,000 രൂപ കടം വാങ്ങിച്ചു. പിന്നെ 2,400 രൂപ ഞാൻ എന്തുകൂടെ കൊടുക്കണം, പലിശയും കൂടെ കൊടുത്ത് 12,400 രൂപ അറ്റ് ദ എൻഡ് ഓഫ് 2 year. എന്താ 2 വർഷം അവസാനം ആകുമ്പോൾ ഞാൻ എത്രയാണ് കൊണ്ട് കൊടുക്കേണ്ടത്, 12,400 രൂപ ഞാൻ എന്ത് ചെയ്യണം, ബാങ്കിൽ കൊണ്ടുവന്ന് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ, ഇതാണ് സെറ്റപ്പ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. നിങ്ങളത് ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളത് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളിത് റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കണം. ഇതെല്ലാം വളരെ ബേസ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. നമുക്ക് ഇതിന് നല്ല പാടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. The simple interest received on 7,000 at the end of 4 years is rupees 2,000. Find the rate of interest per annum. The simple interest received on 7,000 at the end of 4 years is rupees 2,000. Find the rate of interest per annum. അപ്പോൾ എന്താ തന്നിരിക്കുന്നത്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്, ഇവിടെ സിമ്പിൾ 7,000 രൂപയ്ക്ക്, അതായത് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് 7,000 രൂപ. നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ 4. പിന്നെ തന്നിട്ടുണ്ട് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ് 4 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് 2,000 രൂപ എന്ന് നമുക്ക് തന്നിട്ടുമുണ്ട്. എന്ത് കണ്ടുപിടിക്കണം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. നേരത്തെ അതേ ഇക്വേഷൻ അപ്ലൈ ചെയ്താലും ആൻസർ കിട്ടും. ഷോർട്ട് കട്ടും പറയാം. ആദ്യം നമ്മളെ ശരിക്കുള്ള സ്റ്റെപ്പ് എന്താ, സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു PNR/100 എന്നാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന വാല്യൂസ് കൊടുക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് 2,000 ഞാൻ അതിനകത്ത് കൊടുത്തു. അടുത്ത പ്രിൻസിപ്പൾ 7,000 രൂപ ഞാൻ അത് കൊടുത്തു. N 4 കൊടുത്തു. റേറ്റ് R അറിയില്ല, /100 കൊടുത്തു. ഇനി എന്താ ചെയ്യുക, ഈ 100 എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവരാം. ഈ 100 എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്താവും, 2,000 ×
100 ഈക്വൽ ടു 7000 ഇൻറ്റു 4 ആണ്. 7000 ഇൻറ്റു 4 ഇൻറ്റു 6. നെക്സ്റ്റ് ഇപ്പുറത്ത് ചെയ്യാം കേട്ടോ. നമുക്ക് 6 അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇവന്മാരെ രണ്ടെണ്ണത്തിന് എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവന്നൂടെ. 7000ന് 4നെ എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പം എന്ത് സംഭവിക്കും? 2000 ഇൻറ്റു 100 ബൈ ഇവിടെ എന്തുണ്ട് 7000 ഇൻറ്റു 4 ഇവിടെ ഈക്വൽ ടു 6. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആരെ കിട്ടണം? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടണം. നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. നമുക്കൊന്ന് ഈസി ആയിട്ടും സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഇതും കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 25 വന്നു. ഓക്കെ, ഇനി ഈ 3 സീറോയും 3 സീറോ ഇവിടെ ക്യാൻസൽ ചെയ്യാം. അപ്പം ഇവിടെ നോക്കിക്കേ 25 ഇൻറ്റു 2/7 ഈക്വൽ ടു 6. അപ്പം 50/7 ഈക്വൽ ടു 6. അപ്പോൾ 6 സമയം എത്ര? 50/7 ആണ് എങ്കിൽ 50നെ 7 കൊണ്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. 50നെ എത്ര കൊണ്ട് ഭാഗിക്കാം? 7 കൊണ്ട് ഭാഗിക്കാം. 7 കൊണ്ട് ഭാഗിക്കുമ്പോൾ 7 7 49 1. ഇങ്ങനെ എഴുതാം. 7 1/7% എന്ന് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇതിനെ ഡെസിമലായിട്ട് കണ്ടെത്തിയൊക്കെ എഴുതണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 7 1/7% എന്ന് കിട്ടണം എന്നാണ് ആൻസർ. ഇനി ഇത് ഷോർട്ട് കട്ടായിട്ട് പറയട്ടാ. അപ്പം എങ്ങനെയാണ് ചെയ്തത്? PNR/100 എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്ത് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 7000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. 4 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് 2000 രൂപ ഇൻട്രസ്റ്റ് കിട്ടി എങ്കിൽ എത്രയാണ് ബാങ്കിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ് ചോദിക്കുന്നത്. എന്തിൽ തന്നെ ചെയ്താൽ മതി? സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു PNR/100. സിമ്പിൾ ഇൻട്രസ്റ്റ് 2000. ബാക്കിയെല്ലാം വാല്യൂസ് കൊടുത്ത് ഇത് മാത്രം ഇല്ല, 6 ഇല്ലാത്തതുകൊണ്ട് ബാക്കിയെല്ലാം എല്ലാത്തിനും എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവന്നപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റി. സിമ്പിളാണ്, ബേസ് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളായിട്ട് പോകാൻ പറ്റും, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനും പറ്റും. റിപ്പീറ്റ് ചെയ്ത് കാണുക, ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ട് കൂടി ഞാനൊന്ന് പറയാം. നമുക്ക് പ്രിലിംസിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ട് കൂടി അടിക്കാം. ഓക്കെ, ഷോർട്ട് കട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. അപ്പോൾ നോക്ക്, 7000 രൂപയ്ക്ക് ആ ചോദ്യമാണ് ഞാൻ എഴുതുന്നത് കേട്ടോ. 4 ഇയറിലേക്ക് 2000 രൂപ പലിശ കിട്ടി. അപ്പോൾ ഒരു ഇയറിൽ എത്ര കിട്ടും? 2000/4. 2000/4 ആണ് ഒരു ഇയറിൽ കിട്ടുന്നത് അല്ലേ? എത്രയായിരിക്കും? 500 രൂപയാണ് കിട്ടുന്നത്. ഒരു ഇയറിൽ 500 രൂപ കിട്ടി. അപ്പോൾ നോക്ക്, 7000 രൂപയ്ക്ക് 500 രൂപ പലിശ കിട്ടി. 7000 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് 500 രൂപ പലിശ കിട്ടി. പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ഇൻറ്റു 100 അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ആവും. ഏതൊരു സാധനത്തിനെയും പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഔട്ട് ഓഫ് 100 ആണ്, ഇൻറ്റു 100 ആക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ 2 സീറോ പോയി. ഇവിടുത്തെ ഒരു സീറോയും പോയി. നോക്ക്, 50/7 തന്നെ വന്നു. 7 1/7% ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഈ 2 മെത്തേഡ് ഞാൻ ഒരിക്കൽ കൂടി പെട്ടെന്ന് ഓടിച്ച് പറയാം. ഓക്കെ, പെട്ടെന്ന് ഓടിച്ച് പറയാം. സെറ്റായിരിക്കുക. ഓക്കെ, ക്ലിയർ ആയിട്ടിരിക്കുക. ആദ്യം ഞാൻ പറഞ്ഞ എന്തുവാ? എനിക്ക് പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു. എത്ര? 7000 രൂപ പ്രിൻസിപ്പൾ എന്നുണ്ടായിരുന്നു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടില്ല. നമ്പർ ഓഫ് ഇയേഴ്സ് 4 ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയെന്ന്? 2000 തന്നിട്ടുണ്ട്. ആദ്യത്തെ മെത്തേഡ് ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ എന്ത് ചെയ്യുക? PNR/100 ഉപയോഗിച്ചുള്ള മെത്തേഡ് നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ എന്താ പറയാൻ പോകുന്നത്? ഷോർട്ട് കട്ട് ഒന്നുകൂടി പറയാൻ പോകുന്നു. ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ 7000 രൂപയ്ക്ക് ഷോർട്ട് കട്ടാണ് ഒന്നുകൂടി പറയുന്നത് കേട്ടോ. 7000 രൂപയ്ക്ക് 4 വർഷത്തേക്ക് 2000 രൂപ പലിശ കിട്ടി. അപ്പം 4 വർഷത്തേക്ക് 2000 കിട്ടിയാൽ ഒരു ഇയർ എത്രയായിരിക്കും? അത് 4 ചക്ക 2000 ആണെങ്കിൽ ഒരു ചക്ക എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കുംടാ? അത് 500 ആയിരിക്കും. അപ്പം നമുക്ക് 7000 രൂപയ്ക്ക് ഒരു വർഷം 500 രൂപ പലിശ കിട്ടി. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ ഇൻറ്റു 100. ഏതൊരു സാധനത്തിനെയും എന്താണ് പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഔട്ട് ഓഫ് 100ലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി, അതായത് ഔട്ട് ഓഫ് 100 ഇൻറ്റു 100 നമ്മൾ ചെയ്താൽ മതി. ഇവിടെ 2 സീറോ, ഒരു സീറോ. അപ്പോൾ ഇനി എന്തേ ഉള്ളൂ? 50/7. അത് 7 1/7% എന്ന് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. കണ്ടോ? ഈസി ആയിട്ട് നമുക്ക് ഷോർട്ട് കട്ട് അടിക്കാൻ പറ്റും ഇല്ലേ? അപ്പോൾ അത് സെറ്റ് ആവണം. നന്നായിട്ട് പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് അത് ഷോർട്ട് കട്ടായിട്ട് അടിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. രമേശ് ഇൻവെസ്റ്റഡ് 1200 at 5% per annum rate of simple interest in the bank. What amount will he get after 3 years? അപ്പോൾ 3 വർഷം കഴിയുമ്പോൾ പുള്ളിക്ക് വീണ്ടും എത്ര രൂപ കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എന്താ നമ്മളെ ക്വസ്റ്റ്യൻ? ഇത്രയേ ഉള്ളൂ. രമേശ് എന്ന് പറയുന്ന ആള് എന്ത് ചെയ്യുന്നു? 1200 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു.
ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം 5% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. 3 വർഷം കഴിയുമ്പോൾ രമേശിന് എത്ര കിട്ടും? വീഡിയോ നിർത്തിവെച്ച് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ചെയ്ത് ആൻസർ കിട്ടിയതിന് ശേഷം മാത്രമേ എന്തിലേക്ക് വരാവൂ, ഞാൻ ചെയ്യുന്നത് നോക്കാവൂ. അപ്പോൾ ഇവിടെ വെച്ച് വീഡിയോ നിർത്തുക. വീഡിയോ നിർത്തിയതിനു ശേഷം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. സ്വന്തമായിട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആൻസറിലേക്ക് വരിക. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, എല്ലാവരും നിർത്തുമല്ലോ. ശരി, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പ്രിൻസിപ്പൽ ഈക്വൽ ടു 1200, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5%, നമ്പർ ഓഫ് ഇയേഴ്സ് 3 ആണ്. എമൗണ്ട് എത്ര രൂപയാണ്, എത്ര രൂപ കിട്ടും, 3 വർഷം കഴിഞ്ഞ് എത്ര രൂപ കിട്ടും, എമൗണ്ട് ആണ് കാണേണ്ടത്. അപ്പം ആദ്യം നമുക്ക് ഇൻട്രസ്റ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് എത്ര? 1200-ന് 5% വെച്ച് 3 വർഷം. അപ്പം നമുക്ക് മൊത്തം 15% കണ്ടുപിടിച്ചാൽ മതി. ഒരു വർഷം 5%, 3 വർഷത്തേക്കാകുമ്പോൾ എത്ര കിട്ടണം? 15% കിട്ടണം. ഇതിൻ്റെ 15% കണ്ടുപിടിച്ചാൽ മതി. 10% എത്രയായിരിക്കും? അത് 120 ആയിരിക്കും. ശതമാനം കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടില്ലേ? 10% 120 ആയിരിക്കും. 5% എത്രയായിരിക്കും? 120ൻ്റെ പകുതി. 10 ചക്കയ്ക്ക് 120 ആണെങ്കിൽ 5 ചക്കയ്ക്ക് എത്ര? 60 രൂപ. അപ്പോൾ എത്രയെന്ന് കിട്ടി? 15% എത്രയെന്ന് കിട്ടി? 180 എന്ന് കിട്ടി. 15% 180 ആണെങ്കിൽ 1200 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു, 180 രൂപ പലിശ കിട്ടി, 1380 രൂപയാണ് തിരികെ കിട്ടുന്നത്. ഇത് ഷോർട്ട് കട്ട്. ശരിക്കുള്ള സ്റ്റെപ്പാണെങ്കിൽ ഇൻട്രസ്റ്റ് ഈക്വൽ ടു PNR/100. പി എത്രയാണ്? പി എന്ന് പറയുന്നത് 1200 ആണ്. 3 വർഷമാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5 ആണ്. /100. 0 പോയി. 12 × 3 36. 36 × 5 180 രൂപ പലിശ കിട്ടും. അപ്പോൾ ഈ എമൗണ്ട് എത്രയായിരിക്കും? 1200 ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തു, 180 എനിക്ക് പലിശ കിട്ടി. അങ്ങനെ 1380 രൂപ എനിക്ക് തിരികെ ലഭിക്കണം. ഇതാണ് സ്റ്റെപ്പ്. ക്ലിയർ ആണോ? ആലോചിച്ച് ഷോർട്ട് കട്ട് അടിക്കാൻ പഠിച്ചോണം കേട്ടോ. ഷോർട്ട് കട്ട്, അതായത് പെർസെൻറ്റേജ് എടുക്കുന്നതിലാണ് കാര്യം. അപ്പോൾ ഏതൊരു സംഖ്യ, ഇപ്പം ഞാനിപ്പോൾ നോക്കിയേ 2500-നെ കുറിച്ച് പറയാം. 2500-ന് 10% എന്ന് പറഞ്ഞാൽ ഒരു 0 ഒഴിവാക്കിയാൽ മതി. എത്ര? 250. ഇനി 1% എന്ന് പറഞ്ഞാൽ എന്താ? 2 സ്ഥാനം ഒഴിവാക്കിയാൽ മതി. 25 ആണ്. 10% 1% ഉണ്ടെങ്കിൽ ഏത് പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 10% 250 ആണെങ്കിൽ 5% എത്രയായിരിക്കും? 125 ആയിരിക്കും അല്ലേ? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റൂലേ? ഓക്കെ.